ഗുഡ് ഈവനിംഗ് ഷോയിലേക്ക് വീണ്ടും. കോഴിക്കോട് 21-കാരനെ തട്ടിക്കൊണ്ടുപോയി നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്ന് പരാതി. ചിത്രങ്ങൾ മാതാവിന് അയച്ചു നൽകിയതിനു ശേഷം പണവും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 24-ാം തീയതി ബംഗളൂരുവിൽ വെച്ചാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പെൺസുഹൃത്തും സംഘവുമാണ്. മോചനദ്രവ്യമായി പ്രതികൾ 8 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പണം നൽകിയില്ല എങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. 6 പേർക്കെതിരെ ചെവായൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഈ പണത്തിന് വേണ്ടിയാണോ ഇത്ര വലിയ ക്രൂരത ഈ പെൺസുഹൃത്തും കൂട്ടരും ചേർന്ന് ചെയ്ത്? ഇവരെ പിടികൂടിയോ? ഷിഹാസ്, നിലവിൽ ഇതുവരെ ഇവരെ പിടികൂടിയിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു 21-കാരനാണ് പരാതിക്കാരൻ. ഇയാളുടെ പരാതിയിലാണ് ചെവായൂർ പോലീസ് 6 പേർക്കെതിരെ കേസെടുക്കുകയും നിലവിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ 21-കാരൻ കഴിഞ്ഞ മാസം 24-നാണ് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക്, ബംഗളൂരുവിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ താമസിച്ചു വരുന്നതിനിടയിൽ ഒരു സംഘം ആളുകൾ ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഈ യുവാവിന്റെ പെൺസുഹൃത്തിന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞെത്തിയ ആളുകളാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. നേരെ ബംഗളൂരുവിൽ നിന്ന് ഈ സംഘം യുവാവിനെ കൊണ്ടുവരുന്നത് കോഴിക്കോട് പയമ്പ്രയിലുള്ള ഒരു വീട്ടിലേക്കാണ്. ഈ രഹസ്യ കേന്ദ്രത്തിൽ യുവാവിനെ പൂട്ടിയിടുന്നു. ശേഷം അവിടെ വെച്ച് യുവാവിനെ മർദ്ദിക്കുകയാണ്. ഹോക്കി സ്റ്റിക്ക് ഒക്കെ ഉപയോഗിച്ച് യുവാവിനെ മർദ്ദിച്ചുവെന്നും ശേഷം ബലം പ്രയോഗിച്ച് നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്ന കാര്യം. മാത്രമല്ല 8 ലക്ഷം രൂപ തന്നാൽ മാത്രമേ യുവാവിനെ വിട്ടു നൽകുകയുള്ളൂ, മോചിപ്പിക്കുകയുള്ളൂ എന്നും ഈ സംഘം വീട്ടുകാരോട് പറഞ്ഞു. അതിനിടയിലാണ് ഇയാൾ രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതും. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടാൻ കഴിയട്ടെ.